ബംഗാൾ രാഷ്ട്രീയത്തിൽ ഇന്നലെ കണ്ടത് അത്യന്തം നാടകീയമായിട്ടുള്ള രംഗങ്ങളായിരുന്നു. പശ്ചിമ ബംഗാൾ മുൻ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് അധ്യക്ഷയുമായിട്ടുള്ള മമതാ ബാനർജി വക്കീൽ കുപ്പായമിട്ട് കൊൽക്കത്ത ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ കാത്തിരുന്നത് അപ്രതീക്ഷിത തിരിച്ചടിയായിരുന്നു. നാളുകൾക്ക് ശേഷം കോടതിയിൽ വാദിക്കാനെത്തിയ മമതയെ ചോർ ചോർ വിളികളോടെയാണ് അഭിഭാഷകർ സ്വീകരിച്ചത്. അധികാരം പോയതിന് പിന്നാലെ നിയമത്തിന്റെ കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ മമത നടത്തുന്ന കസർത്തുകൾ ജനമധ്യത്തിൽ പരിഹാസ്യമാവുകയാണ്. തെരഞ്ഞെടുപ്പിന് ശേഷമുണ്ടായ അക്രമ സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് കേസിൽ വാദിക്കാനാണ് വ്യാഴാഴ്ച മമതാ ബാനർജി ഹൈക്കോടതിയിലെത്തിയത്. ചീഫ് ജസ്റ്റിസ് സുജയ് പാൽ അധ്യക്ഷനായിട്ടുള്ള ബെഞ്ചിന് മുന്നിലായിരുന്നു വാദം. എന്നാൽ കോടതി മുറിയിൽ നിന്ന് പുറത്തിറങ്ങിയ മമതയെ അഭിഭാഷകരുടെ ഒരു വലിയ സംഘം വളഞ്ഞു. ചോർ ചോർ എന്ന മുദ്രാവാക്യങ്ങൾ കോടതി പരിസരത്ത് മുഴങ്ങിക്കേട്ടു. പിടിച്ചു തള്ളലും ബഹളവും രൂക്ഷമായതോടെ മുൻ മുഖ്യമന്ത്രി അക്ഷരാർത്ഥത്തിൽ വേർത്തു. തന്നെ ആൾക്കൂട്ടം ഉപദ്രവിച്ചു എന്ന് വരുത്തി തീർക്കാൻ മമത ശ്രമിച്ചെങ്കിലും ജനരോഷം ആഞ്ഞടിക്കുകയായിരുന്നു. ശരിക്കും ഉപദ്രവിക്കും എന്നൊരവസ്ഥ തന്നെ ഉണ്ടായി. വക്കീൽ കോട്ടിട്ടാൽ പഴയ അക്രമ രാഷ്ട്രീയത്തിന്റെ പാപക്കറകൾ കഴുകിക്കളയാമെന്ന മമതയുടെ മോഹം അതോടെ പൊളിഞ്ഞു വീഴുകയായിരുന്നു. 1982 നിയമബിരുദം നേടിയ മമത പതിറ്റാണ്ടുകൾക്ക് ശേഷം പെട്ടെന്ന് വക്കീൽ കുപ്പായം പുറത്തെടുക്കുന്നത് തന്നെ രാഷ്ട്രീയ നാടകമാണെന്നാണ് BJP പരിഹസിക്കുന്നത്. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസിനെ തൂത്തെറിഞ്ഞ് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിൽ BJP അധികാരത്തിൽ വന്നതോടെയാണ് ചിത്രം മാറിയത്. തിരഞ്ഞെടുപ്പിന് ശേഷം തൃണമൂൽ ഗുണ്ടകൾ നടത്തിയ അക്രമങ്ങൾക്കും കൊലപാതകങ്ങൾക്കുമെതിരെ ശക്തമായിട്ടുള്ള നടപടികളാണ് പുതിയ സർക്കാർ സ്വീകരിക്കുന്നത്. മുമ്പ് അധികാരത്തിലിരുന്നപ്പോൾ നിയമത്തെ കൈപ്പിടിയിലൊതുക്കിയ മമതയ്ക്ക് ഇന്ന് നിയമത്തിന് മുന്നിൽ മറുപടി പറയേണ്ടി വരുന്നു. അക്രമത്തിന് ഇരയായ സാധാരണക്കാർക്ക് നീതി ലഭ്യമാകുമെന്ന സുവേന്ദു അധികാരി സർക്കാരിന്റെ ഉറച്ച നിലപാടാണ് മമതയെ ഇന്ന് കോടതി വരാന്തകളിൽ അലയാൻ പ്രേരിപ്പിക്കുന്നത്. കോടതിയിൽ മമത പറഞ്ഞത് ബംഗാൾ ഒരു ബുൾഡോസർ സ്റ്റേറ്റ് അല്ല എന്നാണ്. എന്നാൽ തൃണമൂൽ ഭരണകാലത്ത് സാധാരണക്കാരായ ഹിന്ദുക്കളുടെ മേൽ അധികാരത്തിന്റെ ബുൾഡോസർ ഓടിച്ചവർ ഇന്ന് നിയമവാഴ്ചയെക്കുറിച്ച് സംസാരിക്കുന്നത് വിരോധാഭാസമാണെന്നാണ് BJP നേതാക്കൾ ചൂണ്ടിക്കാട്ടുന്നത്. രാഷ്ട്രീയ പകപോക്കലാണ് കേസുകൾക്ക് പിന്നിലെന്ന് മമത ആരോപിക്കുമ്പോഴും പോലീസ് കൃത്യമായിട്ടുള്ള തെളിവുകളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എല്ലാ അക്രമ സംഭവങ്ങളിലും പ്രതികൾക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന് പുതിയ സർക്കാർ ഹൈക്കോടതിയിൽ വ്യക്തമാക്കിയിട്ടുമുണ്ട്. മമതാ ബാനർജി എന്ന പോരാളി ഇമേജ് ഇനി ബംഗാളിൽ വിലപ്പോകില്ല എന്നതിന്റെ സൂചനയാണ് ഹൈക്കോടതിയിൽ കണ്ട ഈ ഒരു ജനരോഷം. തൃണമൂൽ കോൺഗ്രസ് സോഷ്യൽ മീഡിയയിൽ മമതയെ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും കോടതി വളപ്പിലെ ചോർവിളികൾ ബംഗാൾ ജനതയുടെ യഥാർത്ഥ വികാരമാണ് പ്രതിഫലിപ്പിക്കുന്നത്. അധികാരത്തിന്റെ തണലിലല്ല, മറിച്ച് നിയമത്തിന്റെ മുന്നിലാണ് മമത ഇപ്പോൾ നിൽക്കുന്നത്. സുവേന്ദു അധികാരിയുടെ ഭരണത്തിന് കീഴിൽ ബംഗാളിൽ നീതി നടപ്പിലാകുമെന്ന് ഉറപ്പായതോടെ വക്കീൽ വേഷമിട്ടുള്ള ഈ അവസാന അടവും മമതയെ രക്ഷിക്കുമെന്ന് തോന്നുന്നില്ല. ബംഗാൾ മാറുകയാണ്, കാലം കണക്ക് ചോദിക്കുകയാണ്, രാഷ്ട്രീയ തെരുവ് നാടകങ്ങൾ അവസാനിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്.